ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മായാവി ട്രേഡിംഗ്. ഇന്ന് നമ്മൾ ബിനോലയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കോട്ടക്സ് മലയാളത്തിൽ കൊണ്ടുവന്നത് നമ്മൾ മായാവി ട്രേഡിംഗ് ആണ്. അതുപോലെ തന്നെ ബിനോലോ മലയാളത്തിൽ കൊണ്ടുവരുന്നതും എന്താണ്, മായാവി ട്രേഡിംഗ് ആണ്. നിങ്ങൾക്ക് ബൈനോല എന്ന് പറയാം, ബിനോല എന്ന് പറയാം, എങ്ങനെയാണോ പ്രൊണൗൺസിയേഷൻ അതുപോലെ പറയാം. ഓക്കെ, ഇതും ബൈനറി ട്രേഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, ഇത് കോട്ടക്സിനെ പോലെ അല്ലെങ്കിൽ ബിനോമിനെ പോലെ തന്നെയാണ്. പക്ഷേ ഇത് സാമ്യം കൂടുതലുള്ളത് എന്താണ്, കോട്ടക്സിനെ പോലെയാണ് എന്ന് വിചാരിച്ച് ഇത് ബിനോമിൻ്റെ ഒന്നും അല്ല. ഓക്കെ, അപ്പോൾ ഇത് സാധാരണ നമ്മൾ കോട്ടക്സ് സൈനപ്പ് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് സൈനപ്പ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഇമെയിൽ ID നമ്മൾ അടിക്കുക. ഓക്കെ, അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പാസ്വേഡ് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ അടിക്കുക. അതിനുശേഷം നമ്മൾ 18 ഇയേഴ്സ് ഏജ് എബോ ആണെന്നുള്ളതിൻ്റെ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ US ടാക്സ് മെമ്പർ പേഴ്സൺ അല്ല എന്നുള്ള പർപ്പസ് അല്ല എന്നുള്ള അതും കൂടെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വന്നതാണ് കോട്ടക്സ്, അല്ലേ? കോട്ടക്സ് പോലെയാണ് ഇത്. കോട്ടക്സിനെ പോലെ തോന്നുന്നുണ്ട്, പക്ഷേ ഇത് കോട്ടക്സിൻ്റെ അല്ല. ഇത് എന്താ പറയുക, ഇത് ബിനോലോ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇത് നിങ്ങൾക്ക് ഇമെയിൽ കൺഫർമേഷൻ ചെയ്യാം. കൺഫേം ചെയ്തൊരു വെരിഫിക്കേഷൻ കോഡ് നിങ്ങൾക്ക് ഇതിൽ ലിങ്ക് വരുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കോഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇത് ഡീറ്റെയിൽസുകൾ എല്ലാം സെയിം ആണ്. ഇതുകൊണ്ടാണ് ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് പറയാതിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇതെല്ലാം സെയിം ആണ്. കോട്ടക്സിൽ നിങ്ങൾ എങ്ങനെയാണ് കൊടുത്തത് അതേപോലെ സെയിം ആയിട്ട് കൊടുക്കുക. ആധാർ കാർഡിൽ എന്തൊക്കെയുണ്ടോ അതേപോലെ കറക്റ്റായിട്ട് കൊടുക്കുക. ടൈപ്പ് ചെയ്തതിന് ശേഷം സേവ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ സേവ് കൊടുക്കുമ്പോൾ നമ്മുടെ എന്ത് ചെയ്യും, പേഴ്സണൽ ഡാറ്റ റെഡിയായി അല്ലെങ്കിൽ ഫില്ലായി. ഇനി വേണ്ടത് എന്താ, ഐഡൻറ്റിറ്റി വെരിഫിക്കേഷനാണ്. ക്ലിക്ക് ചെയ്യുക. എന്താണ് ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ? പാസ്പോർട്ടോ ആധാർ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ അങ്ങനെ എന്തെങ്കിലും. അത് കറക്റ്റായിട്ട് ഒരു കളർ ഫോട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ മൊബൈലിൽ എടുത്താൽ മതി. എന്നിട്ട് അത് അപ്ലോഡ് അങ്ങോട്ട് ചെയ്യുക. ഏത് ആധാർ കാർഡ് ഫ്രണ്ടും വേണം ബാക്കും വേണം. ഓക്കെ, അത് നമ്മൾ അപ്ലോഡ് അങ്ങോട്ട് ചെയ്യാം, JPG ഫോർമാറ്റിലോ അല്ലെങ്കിൽ PNG ഫോർമാറ്റിലോ. അതിനുശേഷം നമ്മളെന്താ, ഈ പ്രൊഫൈൽ വേണ്ടവർക്ക് പ്രൊഫൈലും അപ്ലോഡ് ചെയ്യാം. കഴിഞ്ഞു. നമുക്ക് എന്ത് ചെയ്തു, നമ്മളെല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ OTC പെയർ, അതുപോലെ തന്നെ പെയറൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഇവിടെയാണ്. ഓക്കെ, കറൻസി പെയറൊക്കെ നമ്മുടെ കോട്ടക്സിൽ മേലെ കാണുന്നില്ല, അതേ സെയിം തന്നെ, യാതൊരു അധികം വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ ഓപ്പൺ, ഇവിടെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ഇതൊക്കെ USD അതുപോലെ തന്നെ ഇന്ന പെയറുകൾ ഏതൊക്കെ സമയം എത്ര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഓപ്പൺ ആവുന്നത്, റിയൽ അക്കൗണ്ടിലേക്ക് ഓപ്പൺ ആവുന്നതിനുള്ള ഡീറ്റെയിൽസും കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഇൻ്റർഫേസ് നമുക്കിതൊന്ന് മാറ്റാം. നമുക്ക് വേണം, നമ്മളെപ്പോഴും എന്താണ് ട്രേഡ് ചെയ്യുന്നതിലാണ്, ക്യാൻഡിലാണ്. അപ്പോൾ ക്യാൻഡിൽ ഇടുക. ഒക്കെ നോക്കുക നിങ്ങൾ എവിടെയാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഇത് ഇൻഡിക്കേറ്റേഴ്സുകൾ, നമുക്ക് ഉപയോഗിക്കാം. എവിടെ നിന്നാണ് ഇൻഡിക്കേറ്റേഴ്സ് എടുക്കുന്നത് അവിടെ നിന്നാണ്. ആ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള ഇൻഡിക്കേറ്റേഴ്സ്, ഏത് ഇൻഡിക്കേറ്റർ വേണം, നമുക്കൊരു കെൻഡർ ചാനൽ ഇട്ട് നോക്കാം. കെൻഡർ ചാനൽ കണ്ടോ, ഇങ്ങനെ ഇൻഡിക്കേറ്റർ ഇടാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഡ്രോയിങ് ചെയ്യാം, വരയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓസിലേറ്റർ ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, ഓസിലേറ്റർ ഇൻഡിക്കേറ്റേഴ്സ്, മൊമെൻറ്റം ഇൻഡിക്കേറ്റേഴ്സ് നമുക്കിടാം. ഇതൊക്കെ ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ഓൾറെഡി ഫെമിലിയറാണ്. ഒന്നെങ്കിൽ ബിനോമയിലോ അല്ലെങ്കിൽ കോട്ടക്സിലോ നിങ്ങൾ ഫെമിലിയറാണ്. ഓക്കെ, അതുപോലെ ട്രെൻഡ് ലൈൻ നമ്മൾ ഇടുന്നു. കണ്ടോ, ട്രെൻഡ് ലൈൻ നമുക്ക് ഇടാം. ഇതൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അതിലും ചെയ്യാം ഇതിലും ചെയ്യാം. എന്തുകൊണ്ട് ബിനോലോയിൽ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അഡീഷണൽ രണ്ടെണ്ണം ഇരിക്കാം. ഒരു കോട്ടക്സ് ഇരിക്കാം, ഒരു ബിനോമ ഇരിക്കാം, ഒരു ബിനോല ഇരിക്കാം, അങ്ങനെ 3 എണ്ണം ഇരിക്കാം, 2 എണ്ണം ഇരിക്കാം. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, പിന്നെ കോട്ടക്സിൽ അക്കൗണ്ടുകൾ ബ്ലോക്കാവുന്ന ഒരുപാട് സാഹചര്യങ്ങളുള്ള ആൾക്കാരുണ്ട്. അക്കൗണ്ട് ബ്ലോക്കായവരുണ്ട്. അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് വേറെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ബിനോല ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നോക്കിക്കോ. ഇതിൽ ഞാൻ നമ്മുടെ ക്യാൻഡിൽ ടൈം കാണിക്കുന്നില്ല. കോട്ടക്സിൽ ടൈം കാണും, തീരുന്ന സമയങ്ങളൊക്കെ. അപ്പോൾ ആ കൗണ്ട് ഡൗൺ ടൈം കാണിക്കാൻ വേണ്ടിയിട്ട് നോക്കിയേ, എനേബിൾ ബാർ ടൈം പറഞ്ഞിട്ടാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ക്യാൻഡിലിൻ്റെ ടൈം 1 മിനിറ്റിൻ്റെ ക്യാൻഡിലിൻ്റെ കൗണ്ട് ഡൗൺ കാണിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെയുള്ള സിമ്പിൾ കാര്യങ്ങളാണ്. നിങ്ങളിതൊന്ന് ഞാൻ ചെയ്യുന്നതൊക്കെ ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, പ്രൊഫൈലിൽ പോയിട്ട് ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് നോക്കാം. ഇതുവരെ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ കഴിഞ്ഞില്ല. ഏകദേശം നമ്മളിപ്പോൾ 2-3 മിനിറ്റായി നമ്മൾ ചെയ്തിട്ട് ഓക്കെ 5 മിനിറ്റ് എന്ന് വെക്കാം. ഇതുവരെ വെരിഫിക്കേഷൻ വന്നിട്ട് വെയിറ്റ് ചെയ്യുക. ഇതിപ്പോൾ വെരിഫൈ ആയി. നോക്കിയേ, ഗ്രീൻ വന്നതുണ്ടോ, പ്രൊഫൈലിൽ ഗ്രീൻ വന്നതുണ്ടോ? അപ്പോൾ നമുക്ക് വെരിഫൈ ആയി. കണ്ടത് പെട്ടെന്ന് തന്നെ വെരിഫൈ ആവും.
അപ്പോൾ ഇനി നമുക്ക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ നോക്കാം. അവിടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ പോയി കഴിഞ്ഞാൽ ഇതാണ് ട്രേഡ് ചെയ്യുന്നത് നമ്മുടെ ഇത്. ഓക്കെ, ഇതാണ് ഈ ഇൻ്റർഫേസിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. സെയിം തന്നെ കോട്ടക്സിൻ്റെ തന്നെ. പിന്നെ കോട്ടക്സിന് മേലെയാണ് എന്താ പറയുക പെയേഴ്സൊക്കെ വരുമ്പോൾ ഇത് സൈഡിലാണ് വരിക. അത്ര മാത്രമേ ഉള്ളൂ. ഒന്നും ഇങ്ങോട്ട് തിരിച്ചിട്ടു, അത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, എല്ലാം ഏകദേശം ഒരേപോലെയാണ്. പിന്നെ എന്താ പറയുക ഒരുപാട് പേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഇൻഡിക്കേറ്റേഴ്സൊക്കെ നന്നായിട്ട് നല്ല ഇൻഡിക്കേറ്റേഴ്സുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡ്രോയിങ് ചെയ്യാനും വരയ്ക്കാനും ഇതാക്കാനും ട്രെൻഡ് ലൈൻ വരയ്ക്കാനും ഹൊറിസോണ്ടൽ വരയ്ക്കാനും എല്ലാം ഒക്കെ ഇതിൽ സംഗതികളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, ഇനി എന്താണ് നമുക്ക് ഇനി റിയൽ അക്കൗണ്ടും ഡെമോ അക്കൗണ്ടും ഉണ്ട്. നോക്കിക്കോ, നമുക്കിവിടെ റിയൽ അക്കൗണ്ടും ഉണ്ട്, ഡെമോ അക്കൗണ്ടും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഡെമോ അക്കൗണ്ടിൽ ആ ഒരു ക്യാപ്പിൻ്റെ ചിത്രം വരും, റിയൽ അക്കൗണ്ടിൽ നമുക്ക് എന്താ വരിക ഏതെങ്കിലും രാജ്യത്തിൻ്റെ വരും. അപ്പോൾ നമുക്ക് ഇന്ത്യ കറൻസി മാറ്റണമെന്നുണ്ടെങ്കിൽ കറൻസി ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് നമുക്ക് നമ്മുടെ INR സെലക്ട് ചെയ്താൽ മതി. നോക്കിക്കേ, വളരെ സിമ്പിളായിട്ട് INR സെലക്ട് ചെയ്യുക. ഇതെവിടെ നമ്മൾ കാണുന്നുണ്ട്? ഇത് കോട്ടക്സിൽ തന്നെ ഉണ്ട്, സെയിം തന്നെയാണ് അല്ലേ. നമുക്ക് INR ആയിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇത്രയാണ് ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ. ഇത് കോട്ടക്സ് ഉപയോഗിക്കുന്നവർക്കൊക്കെ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഇനി ബിനോമി ഉപയോഗിക്കുന്നവർക്കും ഈസിയാണ്. ഓക്കെ, ഇനി റിയൽ അക്കൗണ്ടിലേക്ക് നമുക്ക് കുറച്ച് പൈസ ആഡ് ചെയ്ത് നോക്കാം. കുറച്ച് പൈസ ആഡ് ചെയ്യണ്ടേ? അപ്പോൾ ഒന്ന് റീഫ്രഷ് ചെയ്യാം. റീഫ്രഷ് ചെയ്തിട്ട് നമുക്കൊന്ന് പൈസ ആഡ് ചെയ്യാം. പൈസ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് ഇതിൽ UPI ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, റിയൽ അക്കൗണ്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് നമുക്ക് ബൈനാൻസ് വെച്ച് ഉപയോഗിക്കാം, UPI വെച്ച് ഉപയോഗിക്കാം, അത് പെർഫെക്റ്റ് മണി, അതുപോലെ തന്നെ BTC, ETH ഒക്കെ ഒരുപാട് നമുക്ക് വാലറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് പൈസ ഉപയോഗിക്കാം. ബിനാൻസിൻ്റെ 840 ഉറുപ്പ്യേ നമുക്ക്, കണ്ടോ, 840 ഉറുപ്പ്യ നമുക്ക് മിനിമം ഡെപ്പോസിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. മനസ്സിലാവുന്നുണ്ട്? അല്ല, മിനിമം ഡെപ്പോസിറ്റ് ചെയ്യാവുന്നുള്ളൂ. നോക്കിക്കേ, ഞാൻ 2500 റുപ്പീസ് ഞാൻ പേ ചെയ്യുന്നു. 29.86 റുപ്പീസാണ് ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ. 2500 $29.86 ഡോളറാണ് നമ്മൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ ഡോളറായിട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്യണം. ഞാൻ സ്കാൻ ചെയ്തിട്ട് അതിലേക്ക് ഡെപ്പോസിറ്റ്. ഈ ടൈം നോക്കിക്കേ, എത്ര പെട്ടെന്നാണ് നോക്കിക്കോ ഡെപ്പോസിറ്റ് ആവുന്നതെന്ന് നോക്കിക്കോ. ഓക്കെ, നിങ്ങൾ നോക്കിയാൽ മതി. ഞാനിപ്പോൾ ഇത് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്കാൻ ചെയ്തിട്ട് പേയ്മെൻറ്റ് പാസ്വേഡ് അടിക്കുകയാണ്. പാസ്വേഡ് അടിച്ചു കഴിഞ്ഞു, തീർന്നു. പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയി. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും പെട്ടെന്ന് നമുക്ക് ഡെപ്പോസിറ്റ് നമുക്ക് നടക്കും. മനസ്സിലാവുന്നുണ്ടോ? ക്രിപ്റ്റോ വാലറ്റുകൾ ഉപയോഗിച്ച് ബൈനാൻസ് ആയാലും ബൈബിറ്റ് ആയാലും അതുപോലെ തന്നെ ക്രിപ്റ്റോ വാലറ്റുകൾ ഉപയോഗിച്ച് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെപ്പോസിറ്റും വിഡ്രോയും പെട്ടെന്ന് നടക്കും. ഡെപ്പോസിറ്റ് ഫാസ്റ്റായിട്ട് നടക്കും, വിഡ്രോ ഒരു ദിവസമെങ്കിലും പിടിക്കും. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അല്ലാതെ UPI ഉപയോഗിക്കുമ്പോൾ കോട്ടക്സിലായാലും ബിനോലയിലായാലും സമയമെടുക്കും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ അതുകൊണ്ട് UPI കഴിയുന്നത് ഒഴിവാക്കുക. ഇനി UPI വേണ്ടവർക്ക് ഓക്കെ 2-3 ദിവസം ഡിലേ ആകും എന്നല്ലാതെ വേറെ ഒരു പ്രശ്നവും വരില്ല. ഇനി നമുക്കിങ്ങനെ ചേഞ്ച് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി നമുക്ക് INRലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാം. INRലേക്ക് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. INRലേക്ക് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് USDയിലേക്ക് ചേഞ്ച് ചെയ്യാം. എങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് ഏത് കറൻസിയിലേക്ക് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്കൊരു ട്രേഡ് എടുത്ത് നോക്കാം. അപ്പോൾ യൂറോ USD ഇത് ഈ സൈഡിൽ കാണുന്നൊക്കെ ഉണ്ടല്ലോ, ഈ സൈഡിൽ കാണുന്നൊക്കെയാണ് ഇതിൻ്റെ എന്താ പറയുക പേയേഴ്സുകൾ. ഓക്കെ, ഇങ്ങനെയാണ് പേയേഴ്സ്. ഇപ്പോൾ നമ്മൾ എങ്ങനെ എടുക്കണമെന്ന് വെച്ചാൽ ആഡ് എന്ന് പറഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു പെയറിൽ പോയിട്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു. മനസ്സിലാവുന്നുണ്ടോ? ഈ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. ഏതാ വേണ്ട സ്ക്രോൾ ചെയ്ത് നോക്കുക. കണ്ടോ? അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കറൻസികളൊക്കെ വൈറ്റ് കളറിൽ നല്ല ബോൾഡായിട്ട് കാണും. അവൈലബിൾ അല്ലാത്തത് അത് ഡിമ്മായിട്ട് കാണും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. മനസ്സിലാവുന്നുണ്ട്? നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അതൊരു അഡ്വാൻറ്റേജാണ് ഇതിന്. ഇനി നമുക്കൊരു ട്രേഡ് എടുത്ത് നോക്കാം. ഇവിടെയും നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ്. നമ്മൾ കുറച്ച് മേലെയായി പോയി, ഓക്കെ സാർ കുഴപ്പമില്ല. നമ്മൾ 2 കാര്യങ്ങളാണ് ഇവിടെയും നമ്മുടെ സെയിം ഇത് തന്നെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മണി മാനേജ്മെൻറ്റിൻ്റെ ആ ഷീറ്റില്ലേ, മണി മാനേജ്മെൻറ്റിൻ്റെ അത് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇതിലും ട്രേഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു എന്താ പറയുക, ഒരു ക്യാൻഡിൽ ലോസ് ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് ലോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ എമൗണ്ട് ഇട്ട് മാർട്ടിങ്ങിലിട്ടിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? ഇത് സെയിം ആണ്, ഒരു വ്യത്യാസം കാണുന്നില്ല. പിന്നെ കോട്ടക്സിനെ അപേക്ഷിച്ച് ഇതിന് ഡിലേ കുറവായിരിക്കും. കോട്ടക്സിൽ ഡിലേ കൂടുതലാണ്, ഇതിൽ ഡിലേ കുറവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ഇതിപ്പോൾ നോക്കിക്കോ, 14 സെക്കൻഡ് 13 വെയിറ്റ്. അപ്പോൾ നമ്മൾ ലോസിലേക്കാണ് പോണത്.
ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ ഒരു റെഡ് കളർ കണ്ടോ, അത് ലോസിലേക്കാണ് പോകുന്നത്. ഇപ്പം നോക്കിക്കോ, മേലെ ഞാൻ എമൗണ്ട് ട്രേഡ് എടുത്തില്ലേ, കണ്ടോ ഒരു 1-2 സെക്കൻഡിൻ്റെ വ്യത്യാസം വരുന്നുള്ളൂ. മറ്റേത് ആ കോട്ടക്സിലാണെങ്കിലോ 10 സെക്കൻഡ് 12 സെക്കൻഡ് ചിലപ്പോൾ 15 സെക്കൻഡ് ആയാലും അത് അവിടെ നിന്ന് മാറില്ല. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പക്ഷേ ഇതിൽ അങ്ങനെയില്ല, ലാഗിങ് കുറവാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിപ്പോൾ ഡബിൾ എമൗണ്ടിലേക്ക് ഞാനിട്ടു, ഡബിൾ എമൗണ്ടിലിട്ടിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. അങ്ങനെ അപ്പോൾ ഇതിൽ സ്ട്രാറ്റജിയും കാര്യങ്ങളും അതുപോലെയുള്ള സംഗതികളൊക്കെ എല്ലായിടത്തും ഒരേപോലെ തന്നെയാണ്. ഇപ്പോൾ കോട്ടക്സിലായാലും ബിനോമിയലായാലും പോക്കറ്റ് ഓപ്ഷനായാലും എല്ലാത്തിലായാലും നമ്മൾ ട്രേഡ് ചെയ്യുന്നത് സെയിമാണ്. ആകെ മാറുന്നത് എന്താണ്? ഇൻ്റർഫേസ് മാത്രമാണ് മാറുള്ളൂ. ഓക്കെ, അതിൽ ചിലപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഇതിൽ കണ്ടോ ഈ സൈഡിൽ കൊടുത്തു ഇതിൻ്റെ പെയേഴ്സുകൾ, മറ്റേതാണെങ്കിൽ മേലെ കൊടുത്തു. അത് എവിടെയെങ്കിലും ഉള്ള സംഗതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചു എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കോട്ടക്സിൻ്റെ അക്കൗണ്ട് ആർക്കെങ്കിലും ബ്ലോക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉള്ളവർ, അല്ലെങ്കിൽ കോട്ടക്സിൻ്റെ അക്കൗണ്ട് ഓൾറെഡി നിങ്ങൾ വേറെ ഏതെങ്കിലും ആളുടെ ലിങ്കിൽ കയറി ജോയിൻ ചെയ്തവർ, ഇതാണ് അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് കിട്ടി. കണ്ടോ, ഇത് പ്രോഫിറ്റ് കിട്ടി. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ ലിങ്കിൽ ജോയിൻ ചെയ്ത ആൾക്കാർ ഉണ്ട്. ഇനി ആ ലിങ്കിൽ നിന്ന് ഇറങ്ങി വരാൻ വിഷമമുള്ളവർക്ക് നിങ്ങൾക്ക് ഈ ലിങ്ക് ഇതിൽ ബിനോലയിൽ നിങ്ങൾക്ക് ചേരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഇതിന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് VIP ഗ്രൂപ്പ് ഉണ്ട്. നമ്മുടെ ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇതിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് VIP ഗ്രൂപ്പിൽ ഞാൻ ആഡ് ചെയ്യുന്നതാണ്. VIP ഗ്രൂപ്പിൽ നിങ്ങൾ ബിനോമേൻ്റെ ആയാലും ശരി, കോട്ടക്സ്, നമുക്ക് ബിനോമയും കോട്ടക്സും ഉണ്ടല്ലോ, നമ്മൾ ട്രേഡ് ചെയ്യുന്നതാണല്ലോ. നമുക്ക് VIP ഗ്രൂപ്പുണ്ട്, അൾട്രാ ഗ്രൂപ്പുണ്ട്, എല്ലാ ഗ്രൂപ്പുണ്ട്. അതിലൊന്നും വരാത്ത വേറൊരു സ്റ്റൈലിലാണ് ഇതിൽ നമ്മൾ എന്ത് വരുന്നത്. ഇതൊക്കെയാണ് റാങ്കുകളും കാര്യം കേട്ടോ, സിഗ്നൽസ് വരിക. ഇതിൽ കംപ്ലീറ്റ് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓട്ടോ സിഗ്നൽസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. എത്ര സമയം മുതൽ? 8 മുതൽ 9:30 വരെ, അല്ലെങ്കിൽ 8 മണി. അത് സമയം ഞാൻ പിന്നെ പറയാം. ഇതാണ് നമ്മുടെ എന്താ പറയുക ബിനോലേൻ്റെ VIP ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ പെട്ടെന്ന് തന്നെ നിങ്ങൾ നമ്മുടെ ലിങ്ക് ഉപയോഗിച്ചിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തോളൂ. ഓക്കെ, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തോളൂ, VIP ഇതിലേക്ക് കയറിക്കോളൂ. വേറെ ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, കയറിക്കോ. ഇതും ടേൺ ഓവർ ലിങ്കാണ്. ഞാൻ റവന്യൂ ലിങ്ക് ഒന്നിനും ഞാൻ തരില്ല. റവന്യൂ ലിങ്ക് എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ? റവന്യൂ ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലോസ് ആയി കഴിഞ്ഞാൽ എനിക്ക് ബെനിഫിറ്റ് കിട്ടും. ടേൺ ഓവർ ലിങ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടായാൽ മാത്രമേ എനിക്ക് ബെനിഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കൊടുക്കുന്ന ടേൺ ഓവർ ലിങ്ക് മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? എന്ന് വെച്ചാൽ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരില്ല.